അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മണലാരണ്യങ്ങളിൽ നിന്നും, അത് നമ്മുടെ ദുബായ് എന്ന് കേട്ടല്ലേ, നമ്മൾ ഗൾഫ് ദുബായ് മണലാരണ്യങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ, അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി കാലുകുത്തിയ ഒരു വാഹനത്തെ പരിചയപ്പെടാൻ പോവാണ്. പക്ഷേ ഈ വാഹനം കൊണ്ടുവന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ സ്വന്തം മേലൂർ ഗ്രാമത്തിലെ ഒരു ഷാജി ചേട്ടനാണ്. അപ്പോൾ ഈ ഷാജി ചേട്ടൻ്റെ ഈ വണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഷാജി ചേട്ടനായിട്ട് സംസാരിച്ചിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഷാജി ചേട്ടൻ ഈ വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഷാജി ചേട്ടനെയും ഈ വണ്ടിയെക്കുറിച്ചും എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വന്തം മേലുകാരനായ ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഷാജി ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാജി ചേട്ടൻ, ഈ വണ്ടിയുടെ ഉടമസ്ഥനും നമ്മുടെ മേലൂർ ഗ്രാമത്തിലെ ഒരു വ്യക്തിയുമായ ഷാജി ചേട്ടൻ. ഈ ഷാജി ചേട്ടൻ നമുക്ക് നമ്മുടെ മുരളിച്ചേട്ടൻ്റെ ഉറ്റ ഫ്രണ്ടാണ് ഷാജി ചേട്ടൻ. അങ്ങനെയാണ് ഞാൻ ഷാജി ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഷാജി ചേട്ടൻ ഈ വണ്ടി എങ്ങനെ ഇവിടെ എത്തി, ഈ വണ്ടി നമുക്ക് നാട്ടിലെത്താനായിട്ട് ഏകദേശം എത്ര കോസ്റ്റ് വരും, അപ്പോൾ ഈ വണ്ടി നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ, അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഷാജി ചേട്ടാ, ഈ വണ്ടിയെ കുറിച്ചിട്ട് ഒന്ന് നമ്മുടെ മലയാളികൾ പലരും ദുബായി പോയിട്ടുണ്ടാവും, പോവാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ വണ്ടിയെ കുറിച്ച് അറിയാത്തവരുണ്ട്. പ്രത്യേകിച്ച് ഈ വണ്ടി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മുരളിച്ചേട്ടനെ വിളിച്ച് ഷാജി ചേട്ടനായിട്ട് കണക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് ഇവിടെ എങ്ങനെ നമുക്ക് ഇന്ത്യയിലേക്ക് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ ടാക്സ് കാര്യങ്ങൾ, അതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഇത് ഞാൻ അബുദാബിയിൽ യൂസ് ചെയ്യാൻ മേടിച്ച വണ്ടിയാണ്. അവിടെ 2-3 മാസം കഴിയുമ്പോൾ എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആഗ്രഹം തോന്നിയപ്പോൾ കൊണ്ടുവന്നതാണ്. അവിടെ കാർനെറ്റ് വഴി നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. അവിടെ കാർനെറ്റിൻ്റെ ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ പൈസ അടച്ചാൽ മതി, കൊണ്ടുവരാനുള്ള പെർമിഷൻ കിട്ടും. പിന്നെ കാർഗോയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന പൈസയാവും. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര മാസം വരെ എക്സ്പോർട്ടിൻ്റെ പൈസയാവും. 6 മാസം ഇവിടെ ഉപയോഗിക്കാം. ഒരു 35,000 രൂപ 6 മാസം ടാക്സ് അടച്ചിട്ടുണ്ട്. 8,000 രൂപ ഇൻഷുറൻസും ഇവിടുത്തെ അടച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇവിടുത്തെ ഇൻഷുറൻസും ഇവിടുത്തെ ടാക്സും അടയ്ക്കണം. 6 മാസം ഇവിടെ ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഈ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കൂടെ ഓടിക്കുമ്പോൾ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അല്ല ഹൈവേയിൽ പോകുമ്പോഴേ എല്ലാവരും റൈറ്റ് ഹാൻഡ് ചെയ്യുമ്പോൾ ഡബിൾ ലൈൻ ഒരു വഴിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പ്രശ്നമാണ്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ, അതായത് നമ്മുടെ ഇന്ത്യ നിർമ്മിത വണ്ടികൾ, അതായത് നമ്മുടെ കേരളത്തിലേക്കുള്ള വണ്ടികളും ഈ വണ്ടിയും തമ്മിലായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോൾ ന്യൂ ടെക്നോളജിയുടെ പുതിയ എല്ലാ സിസ്റ്റം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അഡ സിസ്റ്റം, ആരെങ്കിലും വണ്ടിയിലെ സൈഡിൽ എവിടെ ചാടിയാലും വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് ആവും. നല്ല ഫുൾ സിസ്റ്റം, ന്യൂ സിസ്റ്റം പിന്നെ ഇത് നമ്മുടെ മുരളിയേട്ടൻ്റെ ഉറ്റ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ മുരളിയേട്ടനായിട്ടാണ് ഈ ഷാജി ചേട്ടനെ കണക്ട് ചെയ്യാനായിട്ടൊരു സാഹചര്യം ഉണ്ടായത്. എന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ആദ്യമായിട്ട് ഒരു പുറത്ത് ട്രിപ്പ് പോയത് ഗൾഫിലേക്ക് എന്നെ കൊണ്ടുപോയത് ഷാജി ചേട്ടനാണ്. മോഹൻ ചേട്ടനാണ് നിൽക്കുന്നതാണ്. ഒന്ന് വീഡിയോ വന്നിട്ട് തിരിച്ച് ആൾ ഇല്ലയെന്ന് പറഞ്ഞാൽ എന്നാലും ഒന്ന് മോഹൻ ചേട്ടനും ഷാജി ചേട്ടനും കൂടിയിട്ടാണ്. ഷാജി ചേട്ടൻ്റെ അവിടെ സ്ഥാപനത്തിലെ ഗെറ്റ് ടുഗർ ആയിരുന്നു. അവിടുത്തെ പ്രോഗ്രാം ഇത്രയും വർഷത്തിൻ്റെ പ്രോഗ്രാം. ആദ്യമായിട്ട് ഗൾഫ് രാജ്യത്ത് കൊണ്ടുപോയത് ആളാണ്. പിന്നെ അതിന് മുന്നുള്ള ബന്ധമാണ്. എന്തായാലും നമുക്കും സന്തോഷമായി വണ്ടി ഇത് കണ്ട്. ഞാൻ ഇതിനകത്ത് കുറേ നേരം ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധിച്ചു, വലിയ കാര്യമാണ്. ഓക്കെ, ഈ വണ്ടിയുടെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം.
ഷാജിന്റെ പേര് വണ്ടിയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്.